ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ എംബ്രോയ്ഡറി ആൽബത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു എംബ്രോയ്ഡറി ആൽബം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഞാൻ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ആൽബങ്ങളുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ആൽബം മാത്രമേ കാണിച്ചു തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആൽബം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആൽബം കണ്ടാലോ? കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ വരുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അടുത്തതായിട്ട് വരുന്നത് അൺഈവൻ റണ്ണിങ് സ്റ്റിച്ചാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റണ്ണിങ് സ്റ്റിച്ചിനാണെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പും സെയിം ആയിരിക്കും. എന്നാൽ അൺഈവൻ റണ്ണിങ് സ്റ്റിച്ച് ആകുമ്പോഴേക്കും അതിൻ്റെ സ്റ്റിച്ചിന് ലെങ്ത്ത് കൂടുതലും ഗ്യാപ്പ് കുറവുമായിരിക്കും. ഇതുപോലെ ആയിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. കുറച്ച് ത്രെഡ് മാത്രം എടുത്തിട്ട് ചെയ്തൊരു ബാക്ക് സ്റ്റിച്ചാണ്. അടുത്തതായിട്ട് വരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ആ ഫ്ലവറും ലീഫും എല്ലാം സ്റ്റെം സ്റ്റിച്ച് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. 2-3 കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് ആ ചെയിൻ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. ഇതിലും ആ നടുവിലത്തെ പൂമ്പൊടിക്കും യെല്ലോ ഡബിൾ ഷെയ്ഡ് ത്രെഡാണുള്ളത്. പിന്നെ ആ ലീഫിനും ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ്. അടുത്തതായിട്ട് വരുന്നത് ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ചാണ്. അടുത്തതായിട്ട് വരുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇനി കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് അടുത്തതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതിൽ വരുന്ന 1-2 വേരിയേഷൻസുമാണ് ഉള്ളത്. ഇത് വേറൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ്. അതുപോലെ തന്നെ ഇതും വേറൊരു വേരിയേഷനായിട്ട് വരുന്ന സ്റ്റിച്ചാണ്. ഇതിലും ഫെദർ സ്റ്റിച്ചും അതിൽ വരുന്ന 1-2 വേരിയേഷനായിട്ട് വരുന്ന സ്റ്റിച്ചുകളുമാണ് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വീറ്റ് സ്റ്റിച്ചാണ്. അടുത്ത് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. ഇത് കുറച്ച് നൂല് മാത്രം ത്രെഡ് മാത്രം വെച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചാണ്. അടുത്തത് ക്ലോസ്ഡ് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ ആ സ്റ്റിച്ചിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വരുന്നില്ല. മൊത്തം കവർ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഷെവറോൺ സ്റ്റിച്ചാണ്. പിന്നെ വരുന്നത് ജർമ്മൻ നോട്ട് സ്റ്റിച്ചാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. അടുത്തായിട്ട് വരുന്നത് മാലിക് സ്റ്റിച്ചാണ്. ഇതിൻ്റെയും ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ക്യൂൺ സ്റ്റിച്ചാണ്. ഈ ക്ലോത്തിന് പറയുന്നത് മെൽറ്റി ക്ലോത്ത് എന്നാണ്. ഇതങ്ങനെ എല്ലാ ഷോപ്പുകളിലും വാങ്ങാനായിട്ട് കിട്ടത്തില്ല, ചിലയിടത്ത് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ക്യൂൺ സ്റ്റിച്ച് എന്നാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് പാറ്റേൺ വെച്ചിട്ട് അത് നോക്കി ചെയ്യുന്ന സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഈ മെൽറ്റി ക്ലോത്തിൽ തന്നെ വരുന്ന അടുത്ത ഒരു സ്റ്റാർ സ്റ്റിച്ചാണിത്. ഇതും പാറ്റേൺ നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അതിൽ തന്നെ വരുന്ന ഒരു ക്രോസ് സ്റ്റിച്ചാണിത്. പിന്നെ അടുത്തതായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് വരുന്നത്. അടുത്തതായിട്ട് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ്. ബുള്ളിയൻ റോസ് എന്നൊക്കെ ഇതിനെ പറയും. പിന്നെ അടുത്തതായിട്ട് കൗച്ചിങ് സ്റ്റിച്ചാണ് വരുന്നത്. അതിലും ലീഫിന് ഡബിൾ ഗ്രീൻ ഷെയ്ഡിലുള്ള 2 ഗ്രീൻ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് അതും ചെയ്തിട്ടുള്ളത്. ഫ്ലവറും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ എവർ കാസ്റ്റിംഗ് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്.
ഇത് ഒരു ത്രെഡ് വച്ചിട്ട് അതിൽ കവർ ചെയ്താണ്, ഒരു ഒറ്റ ഇഴ നൂല് വെച്ച് കവർ ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ്. നമ്മൾ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ചെയ്തപ്പോഴേക്കും അത് ഫുൾ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതും ഒരു ത്രെഡ് മാത്രം എടുത്തിട്ട് ചെയ്ത സ്റ്റിച്ചാണ്. അതുപോലെ തന്നെയാണ് ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും. ഇത് നമ്മൾ ഒറ്റ ഇഴ വെച്ച് ചെയ്തിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഷെവറോൺ ഫാൻ സ്റ്റിച്ചാണ്. അടുത്തായിട്ട് വരുന്നത് ഐലറ്റ് ഹോൾ സ്റ്റിച്ചാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഐലറ്റ് ഹോളുള്ള ബ്ലൗസ് പീസൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അതിലൊക്കെ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണിത്. ഇതും ഒരു ത്രെഡ് മാത്രം എടുത്തിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ചാണ്. അടുത്തത് വേവ് സ്റ്റിച്ചാണ്. ഒരു ബലൂൺ പോലെ ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് ലൂപ്പ് സ്റ്റിച്ചാണ്. ഇതും ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഗ്യാപ്പിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് കോറൽ സ്റ്റിച്ച്. പിന്നെ വരുന്നത് സ്പൈഡർ വെബ് സ്റ്റിച്ചും. അതിൽ വരുന്ന 1-2 വേരിയേഷൻസുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മിറർ വർക്കാണ്. ഇതെന്ന് വെച്ചാൽ മിറർ വെച്ചിട്ട് അതിന് ചുറ്റും ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് ഷുഗർ ബീഡ് വെച്ച് ചെയ്തിട്ടുള്ളൊരു ചെറിയ ഡിസൈനാണിത്. ഡിഫറെൻറ്റ് കളറിലുള്ള ബീഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് ഇത് ലീഫ് സ്റ്റിച്ചാണ്. ഇതിനെ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്നും പറയും. ഇതും ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത്. ഇതും സീക്വൻസ് വർക്കാണ്. ഇത് കൈവച്ച് തുന്നി പിടിപ്പിച്ചിട്ടുള്ള വർക്കാണ്. അടുത്തതായിട്ട് വരുന്നത് സർദോസി വർക്കാണ്. സർദോസി കട്ട് ചെയ്ത് വച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അടുത്തതായിട്ടുള്ളത് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ചെറിയ സീക്വൻസും കൂടി വച്ചിട്ടുള്ളൊരു ചെറിയ ഡിസൈനാണ്. പിന്നെ അടുത്തതായിട്ട് ട്യൂബ് ബീഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണിത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ എംബ്രോയ്ഡറി ആൽബം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ആൽബവും പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.